ഇനിയിപ്പോൾ പേരാമ്പ്രയിലെ ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റത് വലിയ തരത്തിൽ വാർത്തയാവുകയും അത് തീരുന്നില്ല. പുതിയ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ആരാണ്? കേന്ദ്രമാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അതായത് ഷാഫി പറമ്പിൽ എംപിയാണ്. അപ്പോൾ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിയുടെ ഇടപെടലിനെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ നടപടി. 15 ദിവസത്തിനകം വസ്തുതാ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യം. ഷാഫി പറമ്പിലും കൊടിക്കുന്നിൽ സുരേഷും നൽകിയ പ്രിവിലേജ് നോട്ടീസ് പരിഗണിച്ചാണ് നടപടി. ദൃശ്യ പുതിയിടത്ത് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ദൃശ്യ, ഈ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ അലയൊലികൾ അടങ്ങുന്നില്ല. ദിവസവും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാർത്ത വരാറുണ്ട്. ഇതിപ്പോൾ കേന്ദ്രമാണ്, പ്രത്യേകിച്ച് MP എന്നുള്ള രീതിയിൽ നൽകിയ പരാതി, പ്രിവിലേജ് കമ്മിറ്റിക്ക് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് എന്താണ് ഉണ്ടാവുക? ജിൽസി, നിലവിൽ 15 ദിവസത്തിനകം വസ്തുതാ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ നടപടിയിൽ ഈ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ പ്രിവിലേജ് കമ്മിറ്റിക്കും സ്പീക്കർക്കും ഒക്കെ പരാതി അയച്ചിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിയുടെ ഇടപെടലിനെ തുടർന്നാണ് പരാതി ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഷാഫിലും റിപ്പോർട്ട് തേടിയിട്ട് നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ പരാതിയിൽ തന്നെ 2 ഡിവൈഎസ്പിമാരുടെ പേരുകൾ ഉന്നയിച്ചായിരുന്നു, പ്രതിപാദിച്ച് തന്നെയായിരുന്നു ഈ പരാതി നൽകിയത്. എന്തായാലും ദൃശ്യ ആണ് വിവരങ്ങൾ നൽകിയത്. 15 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് നൽകണമെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു MPക്ക് മർദ്ദനം ഏൽക്കുമ്പോൾ സ്വാഭാവികമായും പരാതി നൽകുമ്പോഴുണ്ടാകുന്ന നടപടിയാണ്. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നാണ് ആ റിപ്പോർട്ട് അടക്കം നൽകേണ്ടത്. അക്കാര്യത്തിലൊരു നടപടിക്രമങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ദൃശ്യയിലേക്ക് ഒന്ന് വരാം. കാര്യം അവളുടെ ഇവിടെ വോയിസ് ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇവർ പരാതി നൽകിയിരുന്നു. ഷാഫി പറമ്പിലും കൊടിക്കുന്നിൽ സുരേഷും നൽകിയ പരാതിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ദൃശ്യ, തുടരാം. ജിൽസി പറഞ്ഞതുപോലെ ഈ നേരത്തെ തന്നെ 2 ഡിവൈഎസ്പിമാരുടെ ഈ പേര് പ്രതിപാദിച്ചായിരുന്നു ഈ പരാതി നൽകിയിരുന്നത്. അതായത് വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ്, പേരാമ്പ്ര ഡിവൈഎസ്പി N സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തന്നെ ആക്രമിച്ചു. തന്റെ ഔദ്യോഗിക നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് SP തന്നെ സമ്മതിച്ച നിലയ്ക്ക് ഇവരുടെ മേൽ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പ്രിവിലേജ് കമ്മിറ്റിക്കും ഈ സ്പീക്കർക്കും ഒക്കെ പരാതി നൽകിയിരുന്നത്. ഒരു MP ആയിട്ട് പോലും തന്നെ പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ ഈ ആക്രമിക്കുന്ന തരത്തിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് കൃത്യമായി ഇവരുടെ പേരിൽ നടപടി ഉണ്ടാകണം, കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ആ സമയത്ത് പരാതി നൽകിയിരുന്നത്. പ്രിവിലേജ് കമ്മിറ്റിക്ക് ഇപ്പോൾ പരാതി നൽകിയതിൽ പ്രിവിലേജ് കമ്മിറ്റിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. 15 ദിവസത്തിനകം വസ്തുതാ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇനി ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ആരാണ് MPയെ മർദ്ദിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. ഈ മറ്റ് നടപടികൾ ഉണ്ടാകുന്നു. കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടികളൊക്കെ തുടർന്ന് വരികയാണ്. അത്തരത്തിൽ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളൊക്കെ തുടർന്ന് പോകുന്ന ഒരു സാഹചര്യമാണ്. സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തീരുന്നില്ല. പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ കേന്ദ്രം റിപ്പോർട്ട് തേടുന്നു.